പിന്നെ കുറച്ച് ഡീസൻ്റ് ആയിട്ട് കളിക്കാം എന്ന് തോന്നിയത്. ഇത് വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ ഡീസൻസി കുറച്ച് വേണമെന്ന് തോന്നിയത് ജാൻമണി. എന്ത് വൃത്തികെട്ട രീതിയിൽ അവർ ആ സീസൺ കളിച്ചത്, അല്ലെങ്കിൽ ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. പിന്നെ അനിയൻ മിഥുൻ, ആ കൂട്ടത്തിൽ റിനോഷ്, ഇവർ തമ്മിൽ എന്തൊക്കെയാ അവിടെ ഇരുന്ന് പറയുക. അത് എപ്പിസോഡിൽ കയറിയിട്ടില്ല കേട്ടോ, ഇത് ലൈവിൽ മാത്രമേ കയറിയിട്ടുള്ളൂ. പിന്നെ റിയാസ് സലീം, അവൻ ആക്ച്വലി എന്താന്ന് പോലും മനസ്സിലാവുന്നില്ല. അവൻ്റെ ഇപ്പോഴത്തെ ചില സാധനങ്ങൾ, സോഷ്യൽ മീഡിയയിലെ ചില സാധനങ്ങൾ കാണുമ്പോൾ തന്നെ അവൻ എന്താണ് എന്നൊരു ആക്ച്വൽ ഫാക്ടർ എനിക്ക് മനസ്സിലാവുന്നില്ല. അവൻ എന്തിനാണ്, എന്താണ്, അവൻ എന്താ ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഏറ്റവും വലിയ ആള് ദിയാസന. ദിയാസന എന്ത് ആക്ടിവിസ്റ്റാണ്. ഈ സോഷ്യൽ മീഡിയയിൽ കയറി ചീത്ത വിളിക്കണേന് ആക്ടിവിസം എന്നാണ് അവർ വിചാരിച്ചിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു സ്ഥലം കിട്ടിയാൽ, ഒരു ഒരു പൊസിഷൻ കിട്ടിയാൽ, അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയാൽ അതിനെ ഏറ്റവും നന്നായിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്ന് അല്ലേ നോക്കേണ്ടത്. സുബിനെ ഞാൻ ആലോചിക്കണം. സുബിൻ കിടിലൻ പ്ലെയർ ആയിരുന്നു, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് കൊണ്ടെത്തിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ആ ബിഗിനിങ് ലിസ്റ്റിൽ സുബിൻ്റെ പേര് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാത്തതിൻ്റെ കാര്യം അതാണ്. കാരണം ഏറ്റവും കൊണ്ടെത്തിക്കുന്നത് അതാണല്ലോ ബ്രില്യൻ ഗെയിമർ, അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് പ്ലെയർ എന്ന് പറയാം. ജിൻഡോയുടെ കളി എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ ഒരുപാട് പേര് വന്നിട്ട് പോയി. ഇവരൊക്കെ എന്തിനു വന്നു, അവർക്ക് പോലും അറിയില്ലായിരുന്നു. അത് ബിഗ് ബോസ് എന്തിനു കൊണ്ടുവന്നു എന്ന് പോലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇനിയുള്ള സീസണിലെങ്കിലും ഇത്തരം ആൾക്കാരെ കൊണ്ടുവന്ന് വെറുപ്പിക്കാതിരിക്കുക.